ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. മത്സ്യകൃഷിക്കായി വല കെട്ടിമറച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം, കാവാലം, ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെ വല കൊണ്ട് ചുറ്റും കെട്ടിയടച്ച് മത്സ്യകൃഷി നടത്തുന്നതിന് എതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കുളത്തിലെ മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടത്. 500 രൂപ പ്രതിവർഷ പാട്ടത്തിനാണ് 4 ഏക്കർ വരുന്ന കാവാലം ചിറക്കുളം സംരംഭക ഗ്രൂപ്പിന് മത്സ്യകൃഷിക്ക് നൽകിയത്. ഇതോടെ കുളം വല ഉപയോഗിച്ച് ചുറ്റിനും പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലം ചിറ പുനർനിർമ്മാണം നടത്തിയത്. പരിസരവാസികൾക്ക് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതിക്കായും പ്രാദേശിക മത്സ്യബന്ധനത്തിനുമായാണ് കുളം പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ മത്സ്യം വളർത്തലിന് കുളം വിട്ടു നൽകിയതോടെ പ്രദേശവാസികൾക്ക് കുളത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടുവെന്ന് പരാതിപ്പെട്ടാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നത്. നിലവിൽ ഇതിന്റെ മുകളിൽ പരാതിയായിട്ട് പോയ ആൾക്കാരാണ് ഇപ്പോൾ ഇതിലുള്ളവരൊക്കെ. ബേക്കിൽ നിൽക്കുന്നവരെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാണ്. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർക്ക് കുളിക്കാനുള്ള സൗകര്യമില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന്റെ മുകളിലാണ് നമ്മൾ ഇതിന്റെ മുകളിൽ ആദ്യമായിട്ട് പരാതിയായിട്ടാണ് പോയത്. പഞ്ചായത്തിലാണ് ആദ്യം പരാതി വെച്ചത്. പഞ്ചായത്തിൽ പരാതി വെച്ചതിന് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും കളക്ടർക്കും ഫിഷറീസ് മിനിസ്റ്റർക്കും നമ്മൾ പരാതി വെച്ചു. അതിൽ ഫിഷറീസ് മിനിസ്റ്റർ നമുക്ക് റീപ്ലൈ കിട്ടി. അവർ അതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീപ്ലൈ കിട്ടി കഴിഞ്ഞാൽ മിനിസ്റ്റർ നമുക്ക് റീപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ അവിടുന്ന് നമുക്ക് റീപ്ലൈ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 7-ാം തീയതിയാണെന്ന് തോന്നുന്നു, വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് റീപ്ലൈ വരുന്നത്. 7 ദിവസം സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ, അതായത് 150 പേര് ഒപ്പിട്ട പരാതി നമ്മൾ അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ മേശപ്പുറത്തും 150 പേര് ഒപ്പിട്ട പരാതി ഇരിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അതിൻ്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ പരാതി ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവരെ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി ഞങ്ങൾ വെച്ച പരാതിക്ക് റീപ്ലൈ തരാതെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റീപ്ലൈ കൊടുത്തു. ഇവിടെ ആർക്കും പരാതിയില്ലാന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അത് വിശ്വസിച്ചു. കാരണം 150 പേര് ഒപ്പിട്ട പരാതി ആളെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. കെട്ടിയിട്ട്, അതായത് ബണ്ട് കെട്ടി 2 സൈഡിൽ മതിൽ ചളി വാരി നിറച്ച് 2 സൈഡ് മതിൽ പോലെ കെട്ടിയിട്ട് അതിൽ വളർത്തേണ്ട മീൻ വളർത്തലിന് പദ്ധതി ചേരാന്നുള്ള പേരുള്ള കാരണം കൊണ്ട് മാത്രം ജനങ്ങൾ ഉപയോഗിക്കാനും കുളിക്കാനുള്ള കുളത്തിലേക്കാണ് ഇവർ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ഇത് ഗവൺമെന്റിന്റെ നികുതി, ജനങ്ങളുടെ നികുതി പണമായ ഗവൺമെന്റിന്റെ പണം, അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 13 ലക്ഷം 15 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം. അത് ഇതിൽ മീനിടുന്ന ഫിഷറീസാണ്. വലട്ട പൈസയും ക്യാമറ വെക്കുന്നതിന്റെ പൈസയും മാത്രമാണ് ഒരു പോണ്. ഇവർ ക്യാമറ വെക്കേണ്ടതെന്ന് പറയുന്നു. ഞങ്ങളുടെ അമ്മ പെങ്ങന്മാർ കുളിക്കുന്ന ഈ കുളത്തില് ക്യാമറ വെച്ചിട്ട് ഇതിൽ ആരെങ്കിലും, ഈ കണ്ടോണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ജനങ്ങളുടെ പെൺകുട്ടികളേനെ അല്ലെങ്കിൽ പെൺമക്കളേനെ, 10-12 വയസ്സിന് മുകളിലുള്ള പെൺമക്കളേനെ, അമ്മമാരേനെ, ഭാര്യമാരേനെ ക്യാമറ വെച്ച കുളത്തിൽ കുളിക്കാൻ വിടുമോ? സോപ്പ് തേക്കാൻ പാടില്ല പറഞ്ഞു. ഇതിൽ ഭൂരിഭാഗം പേര് ഈ ചുറ്റുവട്ടത്തുള്ളവർ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. ഈ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവർ പണി മാറ്റി വരുമ്പോൾ ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് അങ്ങനെ അവർ പോണേ. ഒരു പാക്കറ്റ് 1 ഉൾപ്പെടെ ഷാമ്പു വാങ്ങി വന്ന് കുളിച്ചിട്ട് ഉള്ള വർക്കിംഗ് ഡേയ്സും തിരുമ്മിട്ട് അവർ പോവുക. ഈ പോകുന്ന ആൾക്കാർക്ക് ഇനി എന്ത് ചെയ്യും? ഒരു കുളക്കടവ് തുറന്നെങ്കിലും ഇവിടെ എണ്ണ, സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്ന നിബന്ധനയും വെച്ചതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പലതവണ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുറന്നു കൊടുത്ത് ഇവിടെ അടച്ചു കെട്ടിയിരിക്കുന്ന വലകളെ നീക്കി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ രാത്രിയും പകലും വന്ന് കുളിക്കുവാൻ ഇതാ എന്റെ പുറകിൽ നിൽക്കുന്ന ജനങ്ങള് അനവധിയുണ്ട്. ഇതൊന്നും പോരാ, പലരും ജോലിക്ക് പോയിരിക്കുകയാണ്. അവർ ജോലി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് വന്നാൽ അവർക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുളം ഉപയോഗശൂന്യമാക്കി തീർത്തത് ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെയുള്ള നേതൃസ്ഥാനങ്ങളുമാണെന്നുള്ള കാര്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇത്രയും വർഷം മുമ്പ് കോടികൾ മുടക്കി ഇത്രയും പണം മുതൽ മുടക്കില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളുള്ള പല കുളങ്ങളും അവർ നവീകരിച്ചത് കണ്ടാൽ ഇത് കാണുമ്പോൾ വെറും കാരത്തരമാണ്. ഇത് തുറന്നു പറയാതിരിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് പതിയാരംകാർക്ക് പതിയാരത്തൊരു കുളമുണ്ട്, മണ്ടംപറമ്പുകാർക്ക് കുളിക്കുവാൻ ഒരു സൗകര്യവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ പബ്ലിക്കായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. പരാതിയെ തുടർന്ന് ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 7 ദിവസത്തിനുള്ളിൽ കുളം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ഉത്തരവ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് കുളം മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. വല ഉപയോഗിച്ച് കുളം അടച്ചുകെട്ടിയതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു.